ഇന്നൊരു അടിപൊളി മീൻ തലക്കറിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ കഷ്ണമീനൊക്കെ വാങ്ങിക്കുമല്ലോ, ചൂരമീൻ അതേപോലെ പേതലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ തല ഉണ്ടാവുമല്ലോ, ആ ഒരു തല വെച്ചിട്ട് കറി ഉണ്ടാക്കട്ടോ. അപ്പം ഞാൻ ചൂരമീനിന്റെ തലയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. തല മാത്രമല്ല, അതിന്റെ വേറെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകി ഒരു ഓട്ടപാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു അതിലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു, ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒന്ന് വെന്തുടഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ തക്കാളിയും വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങൻ്റെ അരപ്പ്, ആ അരപ്പായിക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 2-3 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അതും അതിക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ആ മീൻതലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മീൻകറി, അങ്ങനത്തെ ആ ഒരു മീൻകറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട്, ഇത് അങ്ങനെ ഉടയണ മീനല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മത്തിമീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഉടയും. അപ്പോൾ അത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചു. പിന്നെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് പച്ചക്കായും അതേപോലെ തന്നെ കോവയ്ക്കും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ അടിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻകറി വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ തൂമിച്ചിട്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മീൻകറി റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഉപ്പേരിയും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയൊരു കഷ്ണം സവാള ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതേപോലെ 2 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതും ഇട്ട് കൊടുത്തു. വറ്റൽമുളകും ഇട്ട് കൊടുത്തു. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കോവയ്ക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഞാൻ ഒഴിക്കണില്ല. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഒരു പച്ചമാങ്ങ ഉണ്ടേനി, ഇത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ അതിക്ക് ഒരു കഷ്ണം ചെറിയൊരു സവാളന്റെ കഷ്ണവും ചേർത്തു. ഇഞ്ചി, പച്ചമുളക്, തേങ്ങ ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടോ. അങ്ങനെ നമ്മളെ ഊണൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പാത്രത്തിൽ